ഇത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇതിൽ പോവാണ് വ്ളോഗ് വെച്ചാണ് ഞാൻ വന്നത്. വ്ളോഗാണ്. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം അനന്യ ആൻഡ് ദിസ് ഈസ് അഭിരാമി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ വെൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് നോ മീ എന്നുള്ള ഒരു സെക്ഷനാണ്. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് തീരുമാനിക്കും ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഞാൻ പെട്ടു. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പറഞ്ഞിട്ട് ഇവിടെ ശാപം വീഴും. ഓക്കെ, കൊറേ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ ഗൈസ്? എന്റെ ബർത്ത്ഡേ അതെനിക്കറിയാം. അത് പറ. ജൂലൈ 15, 2003. അതാണ് വർഷം. ഡേറ്റ് ജൂലൈ 15. ഇത് പൊതുവെ ജൂലൈ 16 എന്ന് പറയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ഇട്ടത്. അല്ല, അതെല്ലാം പട്ടിക്ക് അറിയാം. ഫേവറേറ്റ് കളർ അതെനിക്കറിയാം. നീ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ ആൻസർ എല്ലാ കളറും. എല്ലാ കളറും ഫേവറേറ്റ്. നീ കൊള്ളാമല്ലോടി പറ, കൃത്യമായിട്ട് കളർ. ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഇല്ല. ബ്ലൂ. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. ബ്ലാക്ക്. ഒരു ക്വസ്റ്റ്യനുണ്ട്, കളി കഴിഞ്ഞു ഗൈസ്. സമയമില്ല ആലോചിക്കാൻ. എന്തോ ബ്ലാക്ക് അല്ലേ? ആരുടെ ഏത് ബ്ലാക്ക്? എല്ലാ ബ്ലാക്കും. തെറ്റുത്തരാം. സമയം കഴിഞ്ഞു. എനിക്ക് ഞാൻ ആലോചിച്ചോട്ടെ. ഇനി ആലോചിക്കാൻ സമയമില്ല. പിങ്ക്. റോസ്, റെഡ് എന്നൊക്കെ പറയാം. റെഡ് എന്ന് പറയാം, പിങ്ക് പറയാം. രണ്ടും കറക്റ്റ്. ഞാൻ ഇതിന് ക്യാമറ പുറത്തോട്ട് പോകുന്നേക്കോട്ട് പറയാം. ഒരു ദിവസം കളി കഴിഞ്ഞ്. ഓക്കെ, ഒരു മാർക്ക് കിട്ടി. ഇപ്പൊ ഒരു മാർക്കാണ് കേട്ടോ. ഒരു മാർക്ക് ഉണ്ട്, ഒരു മാർക്ക് ഇല്ല. ഓക്കെ, അയ്യോ അത് വരാം. എന്റെ ഫേവറേറ്റ് സീസൺ, ഒരു വർഷത്തിലെ ഫേവറേറ്റ് സീസൺ മഴ. ശരിയാക്കി. ഓക്കെ, ചൂടെന്താണെങ്കിൽ ഇഷ്ടമല്ലെന്നറിയാം. അത് രണ്ടും അറിയത്തുള്ളൂ. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെ. ഇത് എളുപ്പാ. ഇതെല്ലാവർക്കും അറിയാം, ദൈവത്തിന്റെ അറിയാം. ബിഗ്ഗസ്റ്റ് ഫിയർ. പട്ടി. പട്ടി ഫോബിയാണ്. പട്ടി ഫോബിയ. ഇത് നമ്മൾ പഠിക്കുന്നതാണ് ശരിക്കുള്ള. ഇത് പറ, പേര് മറന്നു. എനിക്ക് അറിഞ്ഞൂടാ. കാണുന്ന ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ഫോബിയ, പട്ടി ഫോബിയാണ്. ഫോബിയ ഉണ്ട് ഗൈസ് എനിക്ക്. ഓക്കെ, അതുകൊണ്ട് നിനക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നത് എനിക്കറിയാം. അതുകൊണ്ട് മാത്രം ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. എനിക്കുണ്ട്. മൈ ഐഡിയൽ പാർട്ട്ണർ ബി ലൈക്ക്. അങ്ങനെയല്ല, ഐഡിയ. എനിക്ക് ഞാൻ അങ്ങനെ പറയില്ലേ. അതെ, അറിയാം. അതിന് മലയാളം ഉദ്ദേശിച്ചത്. അത് പറ. അതായത് മറ്റേ കുറച്ച് മസിലൊക്കെ വേണം. മസിലൊക്കെ വേണം. ഹൈറ്റ് വേണം. ചെറിയ ആൾക്കാരൊന്നും കണ്ടുപിടിക്കാത്ത ആളാട്ടോ. 170 ഹൈറ്റ് ഉള്ളു. അതിന്റെ വണ്ടിയില് ഒരു 185 വണ്ടി വേണമായിരിക്കും. അത്രയും വേണ്ട. പിന്നെ നല്ല ഡ്രസ്സിങ് സെൻസ് ഉള്ള ആളായിരിക്കണം. പിന്നെ ഇൻസേർട്ട് ചെയ്ത് മറ്റേ കൊറിയൻ പാൻറ്റൊക്കെ അത് ഇൻസേർട്ട് ചെയ്തിട്ട് മറ്റേ ഫിറ്റുള്ള പാൻറ്റൊക്കെ ഇട്ട് മസിലൊക്കെ ഉള്ള ആള് വേണം. ഫിസിക്ക് പോട്ടെ, ഇങ്ങനെ ഇത് പോട്ടെ, അല്ലാണ്ട് കഴിവുകളൊക്കെ പറ. കഴിവ് ഇവൊക്കെ ഉള്ള അസുഖം എന്ന് വെച്ചാല് ഇന്ന് ഡോക്ടറാണെങ്കിൽ നാളെ നഴ്സാവുണ്ട് അസുഖമായോണ്ട്. കഴിവ് റീൽസ് ചെയ്യണം, കൂടെ റീൽസ് ചെയ്യണം, വ്ലോഗ് എടുക്കണം, ഡാൻസ് കളിക്കണം. പിന്നെ തിന്നുണ്ടാക്കി കൊടുത്താൽ അത്ര സന്തോഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജയിച്ചു. ഫുൾ മാർക്ക്. 10. ഇത് പറഞ്ഞില്ല നിന്നെ ഞാൻ കൊന്നേനെ. ഇത് ടഫ് ക്വസ്റ്റ്യനാ. ഇത് ഞാൻ പറഞ്ഞിട്ട് ഡ്രീം ജോബ്. കൗൺസിലർ. അങ്ങനല്ല, ഇവർക്ക് ഓരോ ദിവസം ഓരോ സുഖടാന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇന്ന് ഡെർമറ്റോളജിസ്റ്റ് ആണെങ്കിൽ നാളെ കൗൺസിലർ ആവണം.
അപ്പൊ ഇപ്പത്തെ MSW പഠിക്കുന്നതിന് മാത്രം ഇപ്പൊ കൗൺസിലറാ. ശരിയാണോ? ഇപ്പത്തെ ഡ്രീം ജോബ് കൗൺസിലർ. ഇന്നത്തെ നാളെ മാറും, കോഴ്സ് മാറുമ്പോ ഞാൻ മാറും. ഓക്കെ. ഡ്രീം വെക്കേഷൻ ഡെസ്റ്റിനേഷൻ. നമ്മള് നേപ്പാളിലല്ലേ പോയിരിക്കുന്നത്. ഡ്രീം വെക്കേഷൻ, ഞാൻ അത് റിലേറ്റഡ് ആയിരുന്ന ഒരു കാര്യമാണെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റേ ദിയാകൃഷ്ണയൊക്കെ പോയ സ്ഥലം ജപ്പാൻ. ജപ്പാന്റെ പേര് പറഞ്ഞു. ഫേവറേറ്റ് ഹോബി. ഹോബി ഫേവറേറ്റ് ഹോബി ഫോണിൽ കളിക്കാം. അതെല്ലാവരുടെ ഹോബി, അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഫോൺ കളിക്കല്ല, അല്ലാണ്ട് അല്ല, ഫോൺ ഉള്ളപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോബി. ഫോണിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടം. ഇപ്പം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോബി, അതാണ് ഹോബി. ഫോണിലെ വീഡിയോ യൂട്യൂബ് ബ്ലോഗ് കാണുന്ന ഹോബി അല്ല. പിന്നെ എന്തെന്ന് ഉദ്ദേശിച്ച ഹോബി എൻ്റെ പടം വരയ്ക്കുന്നത്, ഫാഷൻ ഡിസൈനിങ് ആയിരിക്കും. മുഖത്ത് വരുന്ന സാധനങ്ങളൊക്കെ, ഡ്രസ്സൊക്കെ കാണുന്ന. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാ? ക്വസ്റ്റ്യൻ ഉണ്ട്. ഹോബി എന്തെന്നാ എന്താണെന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ എന്താ ഫോണൊക്കെ ഉണ്ട്, ഫോണൊക്കെ കൂടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഫോൺ ഉപയോഗിച്ച് ഫ്ലിപ്കാർട്ടിൽ ഓരോന്ന് തെറ്റ് സമയം കഴിഞ്ഞ് പാട്ട് കേൾക്കുന്നത്. പിന്നെ പാട്ട് കേൾക്കുന്ന ഒരു ഹോബി അല്ലേ ഗൈസ്? പാട്ട് കേൾക്കുന്ന ഹോബി. 24 മണിക്കൂർ വ്ളോഗ് കണ്ടോണ്ടിരിക്കുന്ന. ആ വ്ളോഗ് കാണാൻ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിട്ട് യൂട്യൂബ് തുടങ്ങാനുള്ള. നന്നായി. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ നമുക്ക് എന്ത് ചെയ്യുമ്പോ പാട്ട് കേൾക്കല്ലേ? അത് ഹോബിയാണത്. അത് ഹോബിയല്ലേ? പിന്നെ അടുത്തത് ടൈപ്പ് ഓഫ് മ്യൂസിക്. ഞാൻ എന്ത് തരം മ്യൂസിക് കേൾക്കാൻ എനിക്ക് ഇഷ്ടം? റൊമാൻറ്റിക്, പഴയ വിന്റേജ് റൊമാൻറ്റിക് സോങ്സ്, മെലഡീസ്. പരീക്ഷയ്ക്ക് പോലെ ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് മെമ്മറീസ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ ഇത്രയും കാലത്ത് ഇടയ്ക്ക് ഞാൻ എപ്പോഴും നമ്മൾ അല്ല ഗൈസ്, ഞങ്ങളിപ്പം ഒരു 10 വർഷം ആവാൻ പോകുന്നില്ലേ? ഞാൻ 10 വർഷമായിട്ട് ഒരുമിച്ച് പഠിക്കുന്നത്. അതപ്പം അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാലമുണ്ട്. അവിടെ സ്റ്റെക്കായി പോയാൽ മതിയെന്ന് പറയുന്നത്. ഓപ്ഷൻസ് കൂടി പോയല്ലോ. കക്കട്ടില് ഞങ്ങൾ 8 തൊട്ട് ഫസ്റ്റ് വരെ കക്കട്ടിലാണ് പഠിച്ചത്. കക്കട്ടിൽ എന്ന് വെച്ചാല് എവിടെയാണ്? കക്കട്ടില് കോഴിക്കോട് വോളിബോൾ അക്കാദമി കക്കട്ടി. അവിടുത്തെ ലൈഫ് സൂപ്പർ ആയിരുന്നു. അതാണ് ഫേവറേറ്റ് സാധനം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? പിന്നെ ഫേവറേറ്റ് ടേസ്റ്റ്. ഷുഗറാണോ, എരിവാണോ, പുളിയാണോ? എരിവും പുളിയും വേണം. ഓക്കെ. വേഗം നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതെ. കറന്റ് വാട്ട് ഐ ലൈക്ക് ടു ഡു. ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ എന്താ എനിക്കിപ്പം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? വ്ളോഗ് എടുക്കാൻ. അല്ല, എന്തോന്ന് ഇനി ഇത്ര ശരീരത്തിന് പറഞ്ഞിട്ടാ? അതല്ല, ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ എന്തെന്നാ എനിക്കിഷ്ടം? ഈ ഒരു നമ്മൾ ഈ MSW തുടങ്ങിയ ശേഷം എന്തെന്നാ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്ന മാറ്റിയിട്ട് എന്റെ ഉള്ളിൽ ചെയ്ത് ഞാൻ കാണുന്നത് വെച്ചാൽ പവർ പോയിന്റ് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഏറ്റവും വലിയ പണി. അത് ഫോൺ ഉപയോഗിച്ചിട്ട് ലാപ്പൊക്കെ ഉപയോഗിക്കാണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വേലം ചിന്തിക്കാണ്ട് ഫോണൊന്നും ഉപയോഗിക്കാണ്ട് എന്തെന്നാ അങ്ങനെ. ചിലവർക്ക് ഇങ്ങനെ പടം വരയ്ക്കുന്നതായിരിക്കും, ചിലവർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും. അങ്ങനെയൊന്നല്ല, എന്താ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇഷ്ടം എനിക്ക് ഇഷ്ടം സ്വന്തം സെൽഫ് ടൈമായിട്ട് കുറച്ച് മുഖത്ത് എന്തെങ്കിലും മരം തൂത്തിട്ട് നടക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടം എന്ന് പറയല്ലേ? സംസാരിക്കണമെങ്കിൽ കുറെ സംസാരിക്കണം മനുഷ്യന്മാരോട്. ഫോണിലൊന്നും അല്ല കേട്ടോ, ഫോണിലാണ് മനുഷ്യന്മാരോട് നേരിട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ. ആദ്യം അവിടെ പോയി കിടന്ന് ഫോണിൽ കളിക്കും കേട്ടോ. അടുത്ത കോഫി ഓർ ടീ? കോഫി. പെട്ടെന്ന് കഴിയും അത്. ബീച്ച് ഓർ മൗണ്ടൻ? ബീച്ച്. മാർക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഔട്ട് ഓഫ് 13 10 പോയിന്റ് ശരിയാക്കി.
മൂന്നെണ്ണം തെറ്റിച്ചു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇതേ ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചു വെച്ചാല് 10 തെറ്റിച്ച് 3 ശരിയാക്കും. നോക്കാം അടുത്ത സെക്ഷൻ. അടുത്ത സെക്ഷൻ ഇതാണ് guys. അടുത്ത അപ്പൊ കഴിഞ്ഞില്ലേ? വേറെ ക്വസ്റ്റ്യനെ ഞാൻ ചോദിക്കില്ല, ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓക്കെ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പൊ വ്ളോഗ് കഴിഞ്ഞു. ഓക്കെ ബൈ.